ഹലോ ഡിയേഴ്സ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പെർസെൻറ്റേജ് മെത്തേഡിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുക. അങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് വർക്കൗട്ട് ചെയ്യാമേ. 4 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ് 2023. When the price of a good decreased from ₹5 to ₹4, its demand increased from ₹100 to ₹150. Find the price elasticity of demand and identify nature. പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുകയും വേണം, ഏത് നേച്ചർ ആണെന്ന് പറയുകയും വേണം. ഇക്വേഷൻ ആദ്യം അറിഞ്ഞിരിക്കണം. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റിയിൽ എത്ര മാറ്റമാണ് ഉണ്ടായത്. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 100-ൽ നിന്നും 150 അപ്പൊ 50 ചേഞ്ച്. 150 - 100 50. ഡെൽറ്റ പി പ്രൈസിൽ എത്ര മാറിയത്? 5-ൽ നിന്നും 4 ₹1 കുറഞ്ഞത്. ഇൻറ്റു പി എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്രൈസ് ₹5. ക്യൂ എന്ന് പറയുന്നത് ഇനീഷ്യൽ ക്വാണ്ടിറ്റി 100. ചെയ്യാം. 5×5 25, 1 0, 1 × 100 100. 0 0 വെട്ടിപ്പോകും. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 2.5 എന്ന് കിട്ടും. 2.5 എന്ന് പറയുമ്പോഴത്തേക്കും 1-നേക്കാൾ കൂടുതലല്ലേടാ. അങ്ങനെയാണെങ്കിൽ 2.5 എന്ന് പറയുന്നത് എന്ത് ഇലാസ്റ്റിസിറ്റി ആണ്? ഇലാസ്റ്റിക് ആണ്, അല്ലെങ്കിൽ ഹൈ ഇലാസ്റ്റിക് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, 1-നേക്കാൾ കൂടുതലായിട്ട് ഹൈ ഇലാസ്റ്റിക്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് എല്ലാവരും ലൈവിലേക്ക് വരാം. ഈ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാം. സോ ഇന്ന് രാത്രി 7 മണിക്ക് കാണാം.